ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദിലീപിന്റെ വിഷയം. ആദ്യം തന്നെ പറയാം, നാളെ ദിലീപിന്റെ ബബ്ബബ്ബ റിലീസാണ്. നിങ്ങൾ പോയി കാണുമോ ആ സിനിമ? ദിലീപിന്റെ ചില കാര്യങ്ങൾ ഞാനും പറയാം. ദിലീപ് എന്ന നടൻ, അദ്ദേഹം കുറ്റക്കാരന അല്ല എന്നറിഞ്ഞ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഈ വിഷയം ഞാൻ പറയണം എന്ന് കുറെ നാളായി കരുതുന്നു. പക്ഷേ ഇവിടെ പറയാത്തതും മറ്റൊരു കാര്യം കൊണ്ടല്ല. ഇത് രണ്ടു ഭാഗവും നമ്മൾ കേൾക്കണമല്ലോ, അതുകൊണ്ടാണ്. ദിലീപിനെ വെറുതെ വിട്ടു. അതെന്തുകൊണ്ടാണ്? തെളിവില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. പക്ഷേ ഈ സമൂഹം അദ്ദേഹം കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. അത് ആരുടെ കുഴപ്പമാണ്? ഈ കാണുന്നവന്റെ കണ്ണിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അയാൾ കുറ്റക്കാരനാണെന്ന് ഈ സമൂഹവും മാധ്യമങ്ങളും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ആ വിധിയിലൂടെയാണോ നിയമം പോകേണ്ടത്? അല്ല, നിയമം പോകേണ്ടത് എപ്പോഴും നീതിയുടെയും സത്യത്തിനും വേണ്ടിയിട്ടാണ്. അവിടെ വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, നടൻ ദിലീപിന്റെ ഒരു ചിത്രം KSRTC ബസ്സിൽ വെച്ചതിന് ഒരു സ്ത്രീ അവിടെ വിഷയമുണ്ടാക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാരണം? ദിലീപ് എന്ന നടനെ താഴ്ത്തിക്കെട്ടാനും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുകയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. തെളിവില്ലാതെ കോടതി വിട്ട വ്യക്തിയെ അദ്ദേഹം തന്നെയാണ് കുറ്റക്കാരൻ എന്ന് വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇനി നടിക്ക്, അവർക്ക് പ്രോസിക്യൂഷനും ഇനി അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം. മേൽക്കോടതിയെ സമീപിച്ചു കഴിയുമ്പോൾ മേൽക്കോടതിയും ഇതേ വിധി തന്നെയാണ് വിധിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആളുകൾ എന്തായിരിക്കും പ്രതികരിക്കുക? അന്നേരവും കോടതിയെ വിശ്വാസമില്ല എന്ന് ഇവർ പറയുകയോ? പറയാൻ അവർ കഴിയുമോ? അല്ല, ഇനി ആ കോടതി തെറ്റാണ്, ഇനി ഞങ്ങൾ സുപ്രീം കോടതി പോവുക എന്നവർ പറയുമോ? അതെന്താ, ഈ കോടതി ഒന്നും അവർക്ക് വിശ്വാസമില്ലേ? കോടതിക്ക് വേണ്ടത് എന്താണ്? തെളിവുകളാണ്. ആ തെളിവ് കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരാജയത്തിലാണ് ഇവിടെ കണ്ടത്. അതുമാത്രമല്ല, ഈ പറയുന്ന ഒരു തെളിവുകളും ദിലീപിനെ അതിനകത്ത് യാതൊരു ബന്ധവുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോ ഒരുപാട് പരക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് അന്വേഷിക്കണ്ടേ? ഈ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണ്ടേ? ദിലീപിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് കോടതിയിലും പോലീസിലും അദ്ദേഹം പറയുകയുണ്ടായി. അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തേണ്ടേ? ഈ എന്തുകൊണ്ടാണ് ദിലീപ് പറയുന്നത് മാത്രം ആരും കേൾക്കാത്തത്? കോടതി മുഖവരിക്ക് എടുക്കാത്തത്? പോലീസ് മുഖവരിക്ക് എടുക്കാത്തത്? അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ അദ്ദേഹത്തിനെ കഴിയത്തുള്ളൂ. ആ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ ഈ നാട്ടിലെ നിയമം തയ്യാറാവണം. എല്ലാവരും അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും തെറ്റ് ചെയ്യാത്ത ഒരാളെ ക്രൂശിക്കുന്നതാണോ അവൾക്കൊപ്പം? ഇങ്ങനെയാണോ ഈ നാട്ടിൽ വേണ്ടത്? ജനാധിപത്യപരമായി ഒരു നാട്ടിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ കോടതിയിലെ വിധി പറഞ്ഞ ജഡ്ജിയെ വളരെയധികം അവഹേളിക്കുകയുണ്ടായി. കോടതി ലക്ഷ്യത്തിന് അതിന് കേസെടുക്കാവുന്നതാണ്. കേസ് കഴിഞ്ഞ അപ്പോൾ തന്നെ ഒരു വക്കീല് തന്നെയാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ നാട്ടിലെ നീതി വ്യവസ്ഥയെ തള്ളിക്കളയാൻ പാടുണ്ടോ? നടിക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാലോ. മേൽക്കോടതി സമീപിച്ച് അവർ പറയുന്ന രീതി ശരിയാണെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കട്ടെ.